إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവൻ്റെ തൃപ്തിക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീകളായി നാം ഏവരെയും പടച്ചവൻ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു ഖുതുബയിൽ സമ്പാദ്യവും സമ്പത്തും സമ്പന്നതയുമായെല്ലാം ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള ചില അധ്യാപനങ്ങളെ സംബന്ധിച്ചും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പകർന്നു നൽകിയ ചില മാതൃകകളെ സംബന്ധിച്ചും നിർദ്ദേശങ്ങളെ സംബന്ധിച്ചും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില കൂട്ടിച്ചേർക്കലുകളാണ് ഈ ഒരു ഖുതുബയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മുഅ്മിനീങ്ങളിൽ ഉണ്ടാകണമെന്ന് ഏറെ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക അധ്യാപനമാണ്. അതല്ലെങ്കിൽ വിശ്വാസികൾ ഒരു സാമ്പത്തിക സിദ്ധാന്തമായി കൊണ്ടു നടക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സമ്പാദിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നത്. നമ്മൾ സമ്പത്ത് സമ്പാദിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം ഒരിക്കലും വളരെ കുറഞ്ഞ ഭൗതികമായ ചില ലക്ഷ്യങ്ങൾ മാത്രമായിട്ട് നാം പരിമിതപ്പെടുത്തരുത്. സമ്പാദിക്കുന്നതിന് പിന്നിൽ വളരെ ഉന്നതമായ ചില ലക്ഷ്യങ്ങൾ, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട ഉന്നതമായ ചില ലക്ഷ്യങ്ങൾ നമുക്ക് വെച്ചു പുലർത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കത് വിവരിച്ചു നൽകുന്നുണ്ട്. അതിസമ്പന്നനായിരുന്ന ഖാറൂൻ, ആ ഖാറൂനിനോട് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഉപദേശിക്കുന്നുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു താങ്കൾക്ക് നൽകിയ ഈ അതിമഹത്തായ അനുഗ്രഹം, സമ്പത്ത്, അത് ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ പരലോകത്തെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുക. ആർത്ഥത്തിൽ പരലോകത്തെ സമ്പാദിക്കാൻ, അവിടെയുള്ള നന്മകൾ നേടാൻ താങ്കൾ പരിശ്രമിക്കുക. യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസികളും സമ്പത്തിനെയും പണത്തെയും ആ അർത്ഥത്തിലുള്ള സൗകര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും കാണേണ്ടത് പരലോകത്തെ നേടിയെടുക്കാനുള്ള ചില ഉപാധികളായിട്ടായിരിക്കണം, മാധ്യമങ്ങളായിട്ടായിരിക്കണം. ആ അർത്ഥത്തിൽ പരലോകം നമ്മുടെ സമ്പാദനത്തിലും സമ്പാദ്യത്തിലും ലക്ഷ്യമല്ലാതായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാനിരിക്കുന്ന വളരെ വലിയൊരു അപകടകരമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതായി കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, വല്ലാഹി മൽ ഫഖറു അഖ്ശാ അലൈക്കും, അല്ലാഹു ആണ് ഒരിക്കലും ദാരിദ്ര്യത്തെ അല്ല ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത്, വലാകിൻ അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, നിങ്ങളുടെ മുന്നിൽ ദുനിയാവ് വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്, അഥവാ നിങ്ങളിൽ സമ്പന്നതയെയാണ് ഞാൻ ഭയപ്പെടുന്നത്. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ അവർക്ക് മുന്നിൽ അവരുടെ ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മുന്നിലും ദുനിയാവ് വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഏറെ ഭയപ്പെടുന്നത്. കാരണം ഫതനാഫസൂഹ കമാ തനാഫസൂഹ, ആ ആളുകൾ ദുനിയാവ് അവർക്ക് മുന്നിൽ വിശാലമായപ്പോൾ ഭൗതികമായ വിഷയത്തിൽ, സമ്പാദിക്കുന്ന വിഷയത്തിൽ പരസ്പരം മത്സരത്തിലേർപ്പെട്ടു. ആ രൂപത്തിൽ നിങ്ങളും ഭൗതികമായ സമ്പാദനത്തിന്റെ കാര്യത്തിൽ പരസ്പരം മത്സരത്തിൽ ഏർപ്പെടുന്നതാണ്. ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, ആ ഒരു മത്സരം, ആ ഒരു മാത്സര്യ ബുദ്ധി, സമ്പത്തിന്റെ വിഷയത്തിലുള്ള ഈ ഒരു മാത്സര്യ ബുദ്ധി ആ ആളുകളെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിച്ചു കളയും എന്നതായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ട ആ ഭയം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉദ്ദേശം ഉന്നതമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സമ്പത്ത് നമുക്ക് പരലോകത്ത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, രണ്ട് കൂട്ടരിൽ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസദ് അനുവദിച്ചിട്ടുള്ളത്, അസൂയ വെക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത്. അതിലൊന്ന് റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ ഫഹുവ യത്ലൂഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, ഒരാൾക്ക് അല്ലാഹു ഖുർആൻ എന്ന അനുഗ്രഹം നൽകി, ഖുർആൻ മനനം ചെയ്യാനും അത് പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രബോധനം ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ്, അനുഗ്രഹം അള്ളാഹു ഒരാൾക്ക് നൽകി. ഫഹുവ, അങ്ങനെ രാവും പകലും ഈ വ്യക്തി ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു അയൽവാസി കേട്ടുകൊണ്ട് ആ അയൽവാസി പറഞ്ഞു പോവുകയാണ്, ലൈതനി ഊതീതു മിസ്ലമ ഊതിയ ഫുലാൻ, ഇയാൾക്ക് നൽകപ്പെട്ടതുപോലുള്ള അനുഗ്രഹം എനിക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതുപോലെ എനിക്കും നന്മ സമ്പാദിക്കാമായിരുന്നു. വിശുദ്ധ ഖുർആനിലൂടെ പരലോകത്ത് ഉന്നതമായ സ്ഥാനമാനങ്ങൾ എനിക്കും കരസ്ഥമാക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരാൾ ആശിച്ചു പോകാണ്. അങ്ങനെ ആശ വെക്കുക, അങ്ങനെ ആ വ്യക്തിയെ കുറിച്ച് അസൂയപ്പെടുക എന്നത് വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി, വറജുലുൻ ആതാഹുല്ലാഹു മാല, ഒരു വ്യക്തിക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകി, ഫഹുവ യുഹ്ലികുഹു ഫിൽ ഹഖ്, ആ വ്യക്തി ന്യായമായ കാര്യങ്ങളിൽ ആ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഒരാൾ ആഗ്രഹിച്ചു പോകാണ്, ലൈതനി ഊതീതു മിസ്ലമ ഊതിയ ഫുലാൻ, എനിക്കും അതുപോലെ ഒരുപാട് സമ്പത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അയാൾ ആ സമ്പത്തിലൂടെ സമ്പാദിക്കുന്ന, ആ പരലോകത്ത് സമ്പാദിക്കുന്ന നന്മകൾ എനിക്കും സമ്പാദിക്കാമായിരുന്നല്ലോ എന്നൊരാൾ ആശിച്ചു പോവുകയാണെങ്കിൽ ആ ആഗ്രഹത്തെ, അത്തരത്തിലുള്ളൊരു ആശയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു നൽകുകയാണ്. അങ്ങനെ അസൂയ വെക്കുക എന്നുള്ളത് ഇസ്ലാം നമുക്ക് അനുവദിച്ചു നൽകിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സമ്പത്ത് ലഭിക്കുക എന്നതും സമ്പത്തിലൂടെ പരലോകം സമ്പാദിക്കുക എന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ എന്ന അനുഗ്രഹം ലഭിക്കുകയും ആ വിശുദ്ധ ഖുർആനിലൂടെ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ പരലോകത്ത് ലഭ്യമാക്കുകയും ചെയ്യുന്ന
ആ സ്ഥാനത്തിലേക്ക് എത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്തിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്ന ഒരു സമ്പന്നനെ സമീകരിച്ചിരിക്കുന്നത്. അവരുമായിട്ടാണ് പ്രവാചകൻ അവരെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഇസ്ലാം അത്രമാത്രം പുണ്യകരമായ ഒരു കാര്യമായിട്ടാണ് സമ്പത്തിനെയും സമ്പന്നതയെയും കാണുന്നത്. അത് നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പരലോകത്ത് അത്ര അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ ഒരാളെ ഏറെ പ്രാപ്തമാക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമായിട്ട് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് സമ്പത്തിനെ പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. ഖുർആനിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ഇടങ്ങളിലും വിശ്വാസത്തിന്റെ കൂടെയാണ് സമ്പത്ത് ഉപയോഗിച്ച് നന്മ കരസ്ഥമാക്കുന്ന ആളുകളെ അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ ദാനത്തെ അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുന്നത്. ആമിനു ബില്ലാഹി വ റസൂലി സൂറത്തുൽ ഹദീദിൽ കാണാൻ കഴിയും, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക. വ അൻഫിഖു മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, അതിനെ തൊട്ടുടനെ അള്ളാഹു പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുക. അതിന്റെ മറുഭാഗത്തായിട്ട് ഈമാനില്ലാത്ത വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കപടന്മാരെ അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് ലുബ്ധന്മാരായിട്ടാണ്, പിശുക്കന്മാരായിട്ടാണ്. ഒരാളിൽ വിശ്വാസം കുറയുന്നതിനനുസരിച്ച് അയാളിൽ ലുബ്ധത, പിശുക്ക് അധികരിച്ചുകൊണ്ടേയിരിക്കും. ഒരാളുടെ വിശ്വാസം ദൃഢമാകുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അനായാസം ചിലവഴിക്കാൻ അയാളെ കൊണ്ട് സാധിക്കും. അർത്ഥത്തിലുള്ള ഹൃദയ വിശാലത അള്ളാഹു അത്തരക്കാർക്ക് സമ്മാനിക്കും. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. മുനാഫിഖീങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തി തെരഞ്ഞെടുക്കുന്നത് അവർ പിശുക്ക് കാണിക്കുന്ന ആളുകളാണ്, പിശുക്ക് കാണിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ആളുകളാണ്. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മൂടിവെക്കുന്ന, പൂഴ്ത്തിവെക്കുന്ന ആളുകളായിട്ടാണ് അള്ളാഹു മുനാഫിഖീങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. മറ്റൊരിടത്ത് വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, ഇനി അവർ ചിലവഴിക്കുകയാണെങ്കിൽ തന്നെ വിശ്വാസികൾ ചിലവഴിക്കുന്നത് പോലെ ആത്മസംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, സന്തുഷ്ടരായി ചിലവഴിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അസ്വസ്ഥരായിക്കൊണ്ട് മനക്ലേശം അനുഭവിച്ചുകൊണ്ടായിരിക്കും അവർ സമ്പത്ത് ചിലവഴിക്കുക. സൂറത്ത് തൗബയിൽ കുറച്ചുകൂടി കടന്നുകൊണ്ട് അവരെ കപടവിശ്വാസികളാക്കി മാറ്റാൻ, അവർ കപടവിശ്വാസികളായി മാറാനുള്ള കാരണം പോലും ആ പിശുക്കായിരുന്നു എന്ന് കാണാൻ കഴിയും. വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹിൻ, അവരിൽ ചില ആളുകൾ അല്ലാഹുവിന് വാഗ്ദാനം നൽകി, പടച്ചവന് വാക്ക് നൽകി, ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സമ്പത്ത് നൽകുകയാണെങ്കിൽ, നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ സമ്പന്നത നൽകുകയാണെങ്കിൽ ലനസ്സദ്ദഖന്ന, തീർച്ചയായും ഞങ്ങൾ സദഖകൾ നൽകും. ഫലമ്മ ആതാഹും മിൻ ഫദ്ലിഹി, അങ്ങനെ അല്ലാഹു അവർക്ക് സമ്പത്ത് നൽകിയപ്പോഴോ, അവന്റെ അനുഗ്രഹം അവർക്ക് നൽകിയപ്പോൾ ബഖിലൂ ബി, അവർ പിശുക്ക് കാണിക്കുകയാണ്. ഫഅഖബഹും നിഫാഖും ഫീ ഖുലൂബിഹിം, അതിന്റെ അനന്തരഫലമായി അവരുടെ ഹൃദയത്തിൽ നിഫാഖ് അടിയുറച്ചു പോയി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ അത്രമാത്രം ഗൗരവപ്പെട്ട കാര്യമാണ് സമ്പത്തിന് നമ്മൾ പിശുക്ക് കാണിക്കുന്നതും, അത്രമാത്രം അതിമഹത്തരമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നുള്ളതും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരാൾ ദരിദ്രനാവുക എന്നതോ ഒരാൾ സമ്പന്നനാവുക എന്നതോ അടിസ്ഥാനപരമായിട്ടൊരു നന്മയുമല്ല, തിന്മയുമല്ല. ഒരാൾ ദരിദ്രനായി എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം പുണ്യകരമായ ഒരു കാര്യമായിട്ട് മാറുന്നില്ല. ഒരാൾ സമ്പന്നനായി എന്നതോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തെറ്റോ മോശമായ കാര്യമോ അല്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യകരമായ ഒരു കാര്യമല്ല. പക്ഷേ സമ്പന്നനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദരിദ്രനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ നന്മകൾ നേടിയെടുക്കാൻ യഥാർത്ഥത്തിൽ അയാൾക്ക് സാധിക്കും, അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുഹാജിറുകളിൽപ്പെട്ട ചില പാവപ്പെട്ട സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞു, ദഹബ അഹ്ലുദ് ദുസൂഇ ബിദ്ദറജാത്തിൽ ഉലാ, വളരെ വിഷമത്തോടുകൂടി പ്രവാചകന് മുന്നിൽ അവർ പരാതി പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, സമ്പന്നരായ ആളുകൾ എല്ലാ നന്മയും കൊണ്ടുപോയി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് പറ്റിയത്, എന്തിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ആ സഹാബാക്കൾ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം വയതസദ്ദഖൂന വലാ നതസദ്ദഖ് വയുഅ്തിഖൂന വലാ നുഅ്തിഖ്, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ അവരും നമസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ സദഖകൾ നൽകുന്നു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവരും നോമ്പ് നോൽക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് സദഖകൾ നൽകാൻ സാധിക്കുന്നില്ല, അവർ സദഖകൾ നൽകുന്നു. ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല, ആ ആളുകൾ അടിമകളെ മോചിപ്പിക്കുന്നു. അത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു നന്മ പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ എല്ലാവരെക്കാളും നിങ്ങൾക്ക് നന്മയുടെ വിഷയത്തിൽ മുൻപന്തിയിലെത്താൻ കഴിയും. ഇത് കേട്ടപ്പോൾ വളരെ ആവേശത്തോടു കൂടി അതെന്താണ് പ്രവാചകൻ എന്ന് ആരാഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു നൽകി, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന
തുബറ കുല്ലു സ്വലാത്ത് സലാസൻ വസലാസീന മറ. എല്ലാ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും പറയലാണത് എന്ന് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവർ അങ്ങേറ്റ സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ആളുകൾ വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വരാണ്. ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ സമ്പന്നരായ സഹോദരങ്ങൾ ഞങ്ങൾ ഈ ചെയ്യുന്ന നന്മ കണ്ട് അവരും അതുപോലെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ വീണ്ടും അവർ ഞങ്ങളെക്കാൾ മുൻപന്തിയിലെത്തിയല്ലോ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, "സാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ." അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്, അത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകും. അങ്ങനെ പറഞ്ഞ് അവരെ പിരിച്ചുവിടുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് ദാരിദ്ര്യം കാരണം പ്രാരാബ്ദം കാരണം ക്ഷമിക്കുന്ന സാബിരീങ്ങളെക്കാൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം അനുഗ്രഹങ്ങൾക്ക് ശാക്രിയങ്ങളാകുന്ന ആളുകൾക്കാണ്. അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കുമ്പോൾ അതിൽ യഥാർത്ഥ നന്ദിയുള്ള ആളുകളായിട്ട് മാറുന്ന ആളുകൾക്കാണ് ദരിദ്രരെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുക എന്ന് ചില പണ്ഡിതന്മാരെങ്കിലും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് വരെ നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വന്നത്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സമ്പത്ത് എന്നുള്ളത് ഒരിക്കലും അടിസ്ഥാനപരമായി അതൊരു മോശമായ കാര്യമല്ല, മറിച്ച് വളരെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ, നന്മകൾ നേടിയെടുക്കാൻ ഉള്ള ഒരു ഉപാധിയും മാധ്യമവും ടൂളുമായിട്ടാണ് നമ്മൾ സമ്പത്തിനെ കാണേണ്ടതായിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തുമായി നൽകിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാഠം എന്നത് സാമ്പത്തിക വിശുദ്ധിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും പ്രാധാന്യത നൽകേണ്ട ഒരു കാര്യമാണ് സാമ്പത്തിക വിശുദ്ധി. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ. മനുഷ്യരെ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഹലാലായതും ത്വയ്യിബായതും നല്ലതും അനുവദിക്കപ്പെട്ടതും മാത്രം ഭക്ഷിക്കുക. വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. അല്ലാഹു നിങ്ങൾക്ക് റിസ്ഖായി നൽകിയതിൽ നിന്ന് ഹലാലായതിനെയും ത്വയ്യിബായതിനെയും മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സഹാബാക്കൾക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ത്വയ്യിബാണ്, അവൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് തന്നെ പരിശുദ്ധമായത് മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് അവർക്കൊരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, മുഖം പൊടിപടലമായിട്ടുണ്ട്, കാരണം ദീർഘമായ യാത്രയിലാണ്, മരുഭൂമിയിലൂടെ അയാൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് റബ്ബി റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാളുടെ പ്രാർത്ഥന ഒരർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നില്ല. അതിനുള്ള കാരണവും പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. കാരണം ആ വ്യക്തിയുടെ ഭക്ഷണം നിഷിദ്ധമായിരുന്നു, ആ വ്യക്തിയുടെ സമ്പത്ത് നിഷിദ്ധമായിരുന്നു, ആ വ്യക്തിയുടെ ശരീരം പോഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, പുഷ്ടിപ്പെട്ടിരിക്കുന്നത് ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ആ വ്യക്തി ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമായ സമ്പത്തിലൂടെ നേടിയെടുത്തതാണ്. അതുകൊണ്ട് യുസ്തജാബുലഹ, അയാളുടെ ആ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഏറെ സാധ്യതയുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുചരന്മാർക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതേ അനുചരന്മാരോടാണ് പ്രവാചകൻ പറയുന്നത്, ഇത്ര കഠിനമായ യാത്രയിലായിരുന്ന ഒരു വ്യക്തി, അയാൾ കൈ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അള്ളാഹു അയാളുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം നൽകും? അയാൾ ഹറാമിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ് സമ്പത്തിലേക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ വല്ല അംശവും വന്നു ചേരുന്നുണ്ടോ. ഹലാലായ സമ്പാദ്യം എന്നുള്ളത് എല്ലാ നന്മകളുടെയും വാതായനമാണ്. മറുഭാഗത്ത് ഹറാമായ സമ്പാദ്യം, ഹറാമായ ഭക്ഷണം എന്നുള്ളത് എല്ലാ തിന്മകളുടെയും ഒരു കേദാരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് ഹറാമായ സമ്പത്ത്, ഹറാമായ സമ്പാദ്യം. എല്ലാ നന്മകളിൽ നിന്നും നമ്മെ മഹ്റൂമികളാക്കി കളയുന്ന, അകറ്റിക്കളയുന്ന ഒരു കാര്യമാണത്. ഒരാളുടെ സമ്പത്ത് ഹലാലായാൽ തന്നെയും പല നന്മകളും അവരുടെ കുടുംബത്തിലേക്കും അവരുടെ വ്യക്തി ജീവിതത്തിലേക്കും കടന്നു വരും എന്ന് നമുക്ക് ഹദീസും വിശുദ്ധ ഖുർആനും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് രഹസ്യമായി മദീനയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടിലിൽ നിന്ന് ഒരു ഉമ്മയും മകളും തമ്മിലുള്ള ഒരു സംഭാഷണം കേൾക്കാൻ ഇടവരികയാണ്. ആ മകൾ ഉമ്മയെ
തിരുത്തുകയാണ്. ആ ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ മകളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആ മകള് അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് ആ ഉമ്മയെ അതിൽ നിന്ന് തിരുത്തുകയാണ്. ഇത് കേട്ടപ്പോഴേ പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു മകന്റെ അടുക്കലേക്ക് പോയിട്ട് ആ മകനോട് പറയുകയാണ്, നിനക്ക് വേണ്ടി നിനക്ക് വിവാഹം കഴിക്കാൻ ഞാൻ ഒരു വധുവിനെ കണ്ടുവച്ചിരിക്കുകയാണ്. അവരുടെ പ്രത്യേകത ഒരു പക്ഷേ മഹാന്മാർക്ക് ജന്മം നൽകാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹാലോചനയുമായി ആ കുടിലിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് കയറാണ്. പിന്നീട് അവർ വിവാഹം നടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണം സത്യമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു. രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ജന്മം കൊള്ളുന്നത് ഇവരുടെ പേരക്കുട്ടിയായി കൊണ്ടാണ്. ഈ പെൺകുട്ടിയുടെ പേരക്കുട്ടിയായിട്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഈ ലോകത്ത് ജന്മം കൊള്ളുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പാഠങ്ങളാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. ഒന്ന്, അള്ളാഹു എങ്ങനെയാണ് ഒരാളുടെ ഭൗതികമായ ജീവിതത്തെ അള്ളാഹുവിനെ തഖ്വ ചെയ്യുമ്പോൾ, ഹലാലായ സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ സമ്പത്തിനെ, അവരുടെ ജീവിതത്തെ അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ്. ഈ ഒരു കുടിലിൽ വെച്ച് ഞങ്ങൾക്ക് ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന് വേണ്ടിയുള്ള വിവാഹാലോചന ഇവിടേക്ക് കടന്നു വരും എന്ന് ഒരിക്കലും അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ സമ്പത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചപ്പോൾ അവരുടെ ഭൗതികമായ ജീവിതം അഭിവൃദ്ധിപ്പെട്ടു. എന്ന് മാത്രമല്ല, അനുഗ്രഹീതമായ ഒരു കുടുംബമായിട്ട്, മഹാന്മാർക്ക് ജന്മം നൽകിയ ഒരു കുടുംബമായിട്ട് ആ കുടുംബം മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ഭയമുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ ദീനിയായി വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സമ്പത്തിൽ നാം അവർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ വല്ല ഹറാമും കൂടിക്കലരുന്നുണ്ടോ എന്നതാണ്. എന്ന കാര്യത്തിലാണ് നമ്മൾ ആലോചന നമുക്ക് വേണ്ടത്. ഈമാനിന്റെ ഏറ്റവും വലിയ ലക്ഷണം നമുക്ക് കാണണം, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലാണ്. നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു ഒരുപാട് വർഷക്കാലം നിദ്രയിലാണ്ടുപോയ ആദർശ ഭദ്രതയ്ക്ക് വേണ്ടി, സ്വയം പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ഒരുപാട് വർഷക്കാലം അവിടെ ഉറങ്ങിപ്പോവുകയും ചെയ്ത ഏതാനും യുവാക്കളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ ഉണർന്നതിന് ശേഷം പരസ്പരം നടത്തുന്ന സംഭാഷണവും ആ സൂറത്തിൽ കാണാൻ കഴിയും. അതിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഫബഅസു അഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫല്യൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്യഅതികും ബിറിസ്ഖിൻ മിൻ. പ്രാണരക്ഷാർത്ഥം അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കെ, എങ്ങനെ അതിജീവിക്കുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കെ, കുറച്ച് ഭക്ഷണം വാങ്ങാൻ അവരിൽ ഒരാളെ പട്ടണത്തിലേക്ക് നിയോഗിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന ഒരാൾ കൊടുക്കുന്ന ഒരു ഉപദേശം, ഫല്യൻദുർ അയ്യുഹാ അസ്കാ തആമ. ഞങ്ങളെ കണ്ടാൽ ഒരുപക്ഷെ ആളുകൾ കൊന്നുകളഞ്ഞേക്കാം, ഞങ്ങൾ ആ അർത്ഥത്തിൽ എങ്ങനെയെങ്കിലും അതിജീവിക്കണമെന്ന ലക്ഷ്യവുമായിട്ടാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ എന്ന് കരുതി പട്ടണത്തിലേക്ക് പോയി കിട്ടിയ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരരുത്. ഫല്യൻദുർ അയ്യുഹാ അസ്കാ തആമ. ഏറ്റവും പരിശുദ്ധമായ ഭക്ഷണം ഏതാണ് എന്ന് നോക്കിയായിരിക്കണം തിരിച്ചു കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വക്താക്കൾ, അതല്ലെങ്കിൽ ആദർശ ഭദ്രതയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഹലാലിൽ നൽകുന്ന പ്രാധാന്യത എത്രയാണ് എന്ന് നമുക്ക് ഈ ഒരു ചരിത്ര സംഭവം മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ആദർശ ഭദ്രതയുടെയും വിശ്വാസ വിശുദ്ധിയുടെയും എല്ലാം തെളിമ പരിശോധിക്കാനുള്ള ഉരവുകല്ലുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമ്പത്തിക ജീവിതം, നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, ലാ തൻദുറു ഇലാ സ്വലാത്തിർ റജുലി വലാ ഇലാ സിയാമി. നിങ്ങൾ ആളുകളുടെ നമസ്കാരത്തിലേക്കും നോമ്പിലേക്കും നോൽക്കേണ്ടതില്ല. വലാകിൻ ഉൻദുറു ഇലാ സിദ്ഖിൽ ഹദീസി വ അദാഇൽ അമാനതി വ വറഇഹി അനിൽ മാലിൽ ഹറാം. ഹറാമായ സമ്പത്തിന്റെ വിഷയത്തിൽ അവർ കാണിക്കുന്ന സൂക്ഷ്മത, അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസ്യത, സംസാരത്തിൽ അവർ കാണിക്കുന്ന സത്യസന്ധത, ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയായിരിക്കണം നിങ്ങൾ ആളുകളെ വിലയിരുത്തേണ്ടത്. അവരുടെ ബാഹ്യമായ കോലങ്ങൾ നോക്കിക്കൊണ്ടോ ബാഹ്യമായ കർമ്മങ്ങൾ നോക്കിയോ ഇബാദത്തുകൾ നോക്കിയോ അല്ല അവരെ വിലയിരുത്തേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ പൊരുളും അതാണ്. മൂന്ന് കാര്യങ്ങളാണ് സമ്പത്തുമായി അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, ഞങ്ങൾ എവിടെ നിന്നാണ് ഇത് സമ്പാദിക്കുന്നത്. മിൻ ഐന ഇക്തസബ. ഓരോ മനുഷ്യനും അതേ സംബന്ധിച്ച ചോദ്യം നേരിടേണ്ടവരാണ്. മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചിട്ടുള്ളത്? അള്ളാഹു നിഷിദ്ധമാക്കിയ, പടച്ചവന് തൃപ്തികരമല്ലാത്ത ഏതെങ്കിലും മേഖലയിലെ കൂടി എന്റെ സമ്പത്തിലേക്ക് ഒരു രൂപയെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട്. രണ്ടാമത്, വഫീമ അൻഫഖ, എവിടെയാണ് അത് ചിലവഴിച്ചിരിക്കുന്നത്? ഒരു രൂപയെങ്കിലും അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹുവിന് ഇഷ്ടകരമല്ലാത്ത ഒരു മേഖലയിലേക്ക് എന്റെ സമ്പത്ത് പോയിട്ടുണ്ടോ? പലിശയെ പ്രോത്സാഹിപ്പിക്കുന്ന, മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ദുൽമിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് എന്റെ ഒരു രൂപയെങ്കിലും ചെന്നുപെടുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതായിട്ട്. മൂന്നാമതായി, ഞാൻ എങ്ങനെയാണ് ഇത് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്.
ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط. നിങ്ങളുടെ കരങ്ങളെ പിരടിയുടെ പിന്നിലേക്ക് കെട്ടിവെക്കരുത്, നിങ്ങളുടെ കരങ്ങളെ അഴിച്ചുവിടുകയും അരുത് എന്ന് സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ പിശുക്കന്മാരായിട്ട് മാറരുത്, അതുപോലെ തന്നെ ദുർവ്യയം ചെയ്യുന്ന ആളുകളും ഇസ്രാഫ് ചെയ്യുന്ന ആളുകളുമായിട്ട് മാറരുത്. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബ്ന സബീൽ. പാവങ്ങൾക്ക്, കുടുംബാദികൾക്ക്, യാത്രക്കാർക്ക്, ആർത്ഥത്തിൽ നിങ്ങളുടെ സമ്പത്തിന് അർഹരായിട്ടുള്ള ആളുകൾക്കൊക്കെയും നിങ്ങൾ നൽകുക, അതിലൊരിക്കലും പിശുക്ക് കാണിക്കരുത്. പക്ഷേ വലാ തുബസ്സിർ തബ്സീറ, നിങ്ങൾ ദുർവ്യയം നടത്തരുത്. കാരണം ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ആർത്ഥത്തിൽ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന ശൈത്താന ലിറബ്ബിഹി കഫൂറ, പിശാചാകട്ടെ അവന്റെ റബ്ബിനോട് ഏറ്റവും നന്ദി കെട്ടവനുമാണ്. അപ്പോൾ ഒരാൾ ദുർവ്യയം ചെയ്യുന്ന ആളുകളായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഇസ്രാഫ് ചെയ്യുന്ന ആളായിട്ട് മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദി കെട്ടവരായിട്ട് അവർ മാറും. എന്തുകൊണ്ടാണ് ഈ ആളുകളെ പിശാചുക്കളുടെ സഹോദരങ്ങളെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രാഫ് ചെയ്യുന്ന ആളുകൾക്ക് അതിന് പ്രചോദനമായിട്ട് മാറുന്ന, പ്രേരകമായിട്ട് മാറുന്ന ആ സ്വഭാവ സവിശേഷത, അത് പിശാചിന് അങ്ങേയറ്റം പ്രിയങ്കരമായ ഒരു സ്വഭാവ സവിശേഷത, അത് അത്യാഗ്രഹം എന്നുള്ളതാണ്. അത്യാഗ്രഹമാണ്. അർഹിക്കുന്നതിനപ്പുറം എനിക്ക് നേടണം എന്ന ആഗ്രഹമാണ് ഓരോരുത്തരും അത്യാഗ്രഹിയാക്കി മാറ്റുന്നത്. ആ അത്യാഗ്രഹമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട എല്ലാ വൻപാപങ്ങളിലേക്കും ഒരാൾ എത്തിക്കുക. അത് പലിശയാകട്ടെ, അത് ചൂതാട്ടമാകട്ടെ, അത് ആർത്ഥത്തിലുള്ള വഞ്ചിക്കലാകട്ടെ, അനാവശ്യമായ കടം വാങ്ങലുകളാകട്ടെ, ഇതൊക്കെയും ഒരാളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത്യാഗ്രഹമാണ്. ആവശ്യത്തിലധികം എനിക്ക് ലഭിക്കണം എന്നൊരാഗ്രഹമാണ്. ഏത് തിന്മയിലേക്കും അത്യാഗ്രഹം മനുഷ്യരെത്തിക്കും. അവിഹിത ബന്ധത്തിലേക്ക് മനുഷ്യരെത്തിക്കുന്നത് അത്യാഗ്രഹമാണ്. അള്ളാഹു എനിക്ക് ഹലാലാക്കിയതിനപ്പുറത്തേക്ക് എനിക്ക് ആവശ്യമുണ്ട് എന്ന ഒരു ത്വരയാണ്, ആ അർത്ഥത്തിലൊരു ചിന്തയാണ് മനുഷ്യരെ തിന്മകളിലേക്ക് എത്തിക്കുക. അതുകൊണ്ടാണ് പിശാചുക്കൾ ഈ അത്യാഗ്രഹം എന്ന സ്വഭാവത്തെ, ആ അർത്ഥത്തിലൊരു ഇമോഷനെ അങ്ങേറ്റം പ്രിയപ്പെടുന്നത്. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുൽ മാ ശിഅത മിന തആം വൽബസ് മാ ശിഅത മിന സിയാബ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും ഭക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെയും ധരിച്ചു കൊള്ളുക. ബിശർത്തൈൻ, രണ്ട് കണ്ടീഷൻ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന്, അല്ലാ യകൂന ഫീഹി ഇസ്റാഫുൻ, അതിൽ ഇസ്റാഫില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി വഅല്ലാ യകൂന ഫീഹി മഖീലത്തുൻ, അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല എന്ന് ഉറപ്പുവരുത്തുക. ആളുകളെ കാണിക്കാൻ, പൊങ്ങച്ചെന്നടിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. നമ്മുടെ സമ്പത്ത് പരാജയത്തിന്റെ ഹേതുവായിട്ട് മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹറാമുകളിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നിലേക്കും അടുക്കുക പോലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വലാ തഖറബാ ഹാദിഹി ഷജറ, ആദം ഹവ്വ ദമ്പതികളോട് അള്ളാഹു നൽകുന്ന ഏക കൽപ്പന എങ്ങനെയാണ്? നിങ്ങൾ ഈ മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്നതിനപ്പുറത്തേക്ക് അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നുള്ളതാണ്. വലാ തഖറബു സിന, സിനയിലേക്ക് നിങ്ങൾ അടുക്കരുത്. വലാ തഖറബുൽ ഫവാഹിഷ്, മ്ലേച്ഛവൃത്തികളിലേക്ക് നിങ്ങൾ അടുക്കരുത്. കാരണം പിശാച് ഒരു മനുഷ്യനെ അതിലേക്ക് അടുപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുക എന്ന് നമ്മെ പടച്ച റബ്ബിന് കൃത്യമായിട്ട് അറിയാം. അതിലേക്ക് അടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ അകപ്പെട്ടു പോകും. ആദ്യം നമ്മൾ തുടങ്ങുക ചിലപ്പോൾ നമ്മുടെ യുവാക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോ കോസ്റ്റ് EMI നിന്നാണ് ചിലപ്പോൾ അത് തുടങ്ങുക. പിന്നീട് അത് ലോ കോസ്റ്റ് EMI-യിലേക്ക് എത്തും. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ലോണുകളിലേക്ക് എത്തും. അങ്ങനെ അള്ളാഹു ഹറാമാക്കിയ എല്ലാ കാര്യത്തിലേക്കും എത്തും. അതുകൊണ്ട് പിശാച് ആ രൂപത്തിലാണ് പണിയെടുക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഹലാല് ഭക്ഷിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറഞ്ഞത് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. പടിപടിയായിട്ടാണ് പിശാചിന്റെ വക്താക്കളെ ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുക. നേരിയ മുടിനാരിഴ വ്യത്യാസത്തിൽ ഹറാമും ഹലാലുമായി മാറുന്ന നിരവധി സാമ്പത്തിക ഇടപാടുകളുണ്ട്. മുത്തഖുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് അവർ കാണിക്കേണ്ട സൂക്ഷ്മത. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് കൃത്യമാണ്, അതുപോലെ തന്നെ ഹറാമും കൃത്യമാണ്. പക്ഷെ അതിനിടയിൽ സംശയകരമായ ചില കാര്യങ്ങൾ ഉണ്ടാകും. മുത്തഖുകളെ സംബന്ധിച്ചിടത്തോളം ആര് ആ സംശയകരമായ കാര്യത്തെ ജീവിതത്തിൽ ഒഴിവാക്കുന്നുവോ അയാളുടെ അഭിമാനവും അയാളുടെ ദീനും അയാൾ സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാത്രവുമല്ല, ശേഷം റസൂൽ ഒരു ഉപമ കൂടി പറയുന്നുണ്ട്. ഒരു ആട്ടിടയൻ തന്റെ യജമാനന്റെ നിശ്ചയിച്ച അതിർവരമ്പുകൾ അടുക്കലോടുകൂടി ആടിനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ
രൂപത്തിലാണെങ്കിൽ തീർച്ചയായും ചില ആടുമാടുകൾ ആ അതിർവരമ്പുകൾ കടന്നുപോയേക്കാം. ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളാണ് ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ. അതിലേക്ക് അടുക്കാതിരിക്കുക എന്നതാണ് ബുദ്ധിയുള്ള ഒരു വിശ്വാസി ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ആ അമിതാത്മവിശ്വാസം നമ്മൾ ഒഴിവാക്കണം. ഒരിക്കലും ഞാൻ ഹറാമിലേക്ക് ചെന്നപ്പെടുകയില്ല, എന്റെ ഈമാൻ ഒരിക്കലും നശിക്കുകയില്ല. ഈ രൂപത്തിലുള്ള അമിതാത്മവിശ്വാസം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക മേഖലയിൽ പൂർണ്ണാർത്ഥത്തിലുള്ള സൂക്ഷ്മത പാലിക്കാൻ നമ്മെ തുണക്കുമാറാകട്ടെ. ആ അർത്ഥത്തിൽ ഇരു ലോകത്തും വിജയിക്കാനുള്ള ഒരു ഉപാധിയായി സമ്പത്തിനെ മാറ്റുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.